ഈ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോയും അല്ലെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. നിവർത്തികേട് കൊണ്ടും പല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ സ്മാർട്ട് ഫോൺ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവ് മാത്രമേ ചെയ്യാറുള്ളൂ. മലയാളത്തിലുള്ള മറ്റ് ടെക് ചാനൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്മാർട്ട് ഫോൺ റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാറ് തന്നെ ഇല്ല. നമുക്ക് ബ്രാൻഡിൻ്റെ അടുത്തുനിന്ന് ഇഷ്ടം പോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ റിവ്യൂ ചെയ്യൂ, ഇത്ര രൂപ തരാം, ഈ റിവ്യൂ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ടെങ്കിലും നമ്മൾ സ്മാർട്ട് ഫോൺ റിവ്യൂസ് പെയ്ഡായിട്ട് ചെയ്യാനായിട്ട് അധികം നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. മറ്റ് പ്രൊമോഷൻസൊക്കെ വാരിക്കോലി ഇഷ്ടം പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങളടുത്ത് ഓപ്പണായിട്ട് പറയാലോ, എനിക്ക് ജീവിക്കാൻ പൈസ വേണം. അപ്പോൾ ഞാൻ അല്ലാത്ത പ്രൊമോഷനുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്മാർട്ട് ഫോൺ റിവ്യൂസ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാത്തതും അതെന്തുകൊണ്ട് നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു റിസ്കി. ഐ അഡ്മിറ്റ്, സത്യമായിട്ട് ഞാനത് ഓപ്പണായിട്ട് പറയുകയാണ്. ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എന്നെ പണ്ട് മുതൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, OnePlus 5T തൊട്ട് നമ്മൾ OnePlusൻ്റെ എല്ലാ ഫോണുകളും റിവ്യൂ ചെയ്യാൻ തുടങ്ങിയതാണ്. ഒരു പോയിന്റിൽ OnePlusൻ്റെ ഫോണുകളിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു. എന്നെ എല്ലാവരും കൂടി എടുത്ത് ഏറി കയറ്റി OnePlusൻ്റെ ഫാൻസ് വന്ന് തെറിവിളി, OnePlus ഫോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു തെറിവിളി, എൻ്റെ വീഡിയോ കണ്ട് ഫോൺ മേടിച്ച ആളുകൾ വന്ന് തെറിവിളി. അവർ തെറി വിളിച്ചു എന്നുള്ളത് ഞാൻ ഒരു കുറ്റമായിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ. കാരണം ഞാനാണ് അവർക്കൊരു ട്രസ്റ്റ് കൊടുത്തത്. നിങ്ങൾ ഈ ഫോൺ മേടിച്ചോളൂ, ഈ ഫോണിന് നല്ല പെർഫോമൻസ് ഉണ്ട്, ഈ ഫോണിൻ്റെ സ്ക്രീനൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ മേടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് ഫോൺ മേടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവനെന്നെ തെറിയല്ല വിളിക്കാനുള്ളത്, രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് വേണ്ടത്. ബട്ട് ലിസൺ ടു മീ ഗൈസ്, പ്ലീസ് ഈ ഒരു വീഡിയോ അവസാനം വരെ ജസ്റ്റ് ഒന്ന് കാണുക. കാരണം ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഞാനും ഹെൽപ്ലെസ് ആണ്. മറ്റ് യൂട്യൂബേഴ്സ്, അതിനി ഇന്ത്യക്കകത്തുള്ളതും ലോകത്തിലുള്ളതുമായിട്ടുള്ള ഏത് യൂട്യൂബേഴ്സ് എടുത്തു കഴിഞ്ഞാലും അവരെല്ലാം ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആസ് എ യൂട്യൂബർ എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു ഫോൺ വരുന്നു, ആ ഫോണിന് നമ്മൾ 1 മാസം 2 മാസം 3 മാസം ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഫോണിലേക്ക് സ്വിച്ച് ചെയ്യും. ആക്ച്വലി നമ്മുടെ പ്രൈമറി ഫോൺ അല്ലെങ്കിൽ പേഴ്സണൽ ഫോൺ അല്ലാതെ വേറൊരു ഫോണും 1 വർഷത്തിന് മേളിലോട്ടൊന്നും നമ്മൾ ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. അത് ഏത് യൂട്യൂബറിനെ എടുത്തു കഴിഞ്ഞാലും ഇതൊരു ഫാക്റ്റാണ്. അല്ലാന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, അവർ വേറെ അതെങ്ങനെയാണ് 10 ഫോണൊക്കെ ഒരേ സമയം ഉപയോഗിക്കില്ല എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് റിയാലിറ്റി ഇതാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാനും ചെയ്ത കാര്യം തന്നെയാണ്. കുറേ ലൈനപ്പുകൾ ഇങ്ങനെ ഉപയോഗിക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പം ചിലതിൽ 3 മാസം ഉപയോഗിക്കാൻ പറ്റാറില്ല, 2 മാസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റാറുള്ളൂ. നമ്മുടെ നാട്ടിലെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഫോണുകൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. ഐ നോ, ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രാൻഡ് പ്രൊമോഷൻസും അതുപോലെ തന്നെ ബ്രാൻഡ് ക്യാമ്പയിൻസും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കിട്ടൂല. പല ബ്രാൻഡുകളും ബ്രാൻഡ് ഫ്രണ്ട്ലി ചാനൽ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുകയായിരിക്കും ചെയ്യുന്നത്. ബട്ട് ഈ ഒരു റിയാലിറ്റി ആസ് എ യൂട്യൂബർ, കുറച്ച് നാളായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള യൂട്യൂബർ എന്ന നിലയിൽ ഞാനിത് വോക്കലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. കേരളത്തിൽ തന്നെയുള്ള മറ്റ് മലയാളം ടെക് യൂട്യൂബേഴ്സിനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച 5 ഡിഫറെൻറ്റ് ഫോണുകളുടെ റിവ്യൂ ഇടുന്നവർ മുതൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇവരുടെ ഇന്ന് റിവ്യൂ കൊള്ളില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ജനറലി എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ റിവ്യൂസ് കാണാറുണ്ട്. എനിക്ക് അവരെ നല്ല ട്രസ്റ്റുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഇത് ജനറലി ആപ്പിൾ ആവട്ടെ, ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും, ഇതിപ്പം എക്സ്പെൻസീവ് ഫോണ്, മിഡ് റേഞ്ച് ഫോണ്, ബഡ്ജറ്റ് ഫോണ് അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫോണുകൾക്കും ഈ ഒരു കറണ്ട് പ്രശ്നമുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. ഇതാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് പുറകിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെല്ലാം സോഴ്സസ് ചെയ്യുന്ന എന്തെല്ലാം ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റുമോ അതെല്ലാം എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുമോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി, ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾക്കെല്ലാം 2 മേജർ പ്രശ്നങ്ങളാണുള്ളത്. അത് ഫോണ് മാത്രമല്ല, ഇൻഡസ്ട്രിയിൽ ഏതൊരു ബ്രാൻഡ് പുതിയ നല്ല ഫോൺ ഉണ്ടാക്കണമെന്ന് കരുതിയാലും അവർക്ക് നല്ലൊരു ഫോൺ ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇഷ്യൂ നമ്പർ 1, ഒരു ഫോണിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഡിസ്പ്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ ചുമ്മാ ഒരു മൺകട്ട പോലെയൊക്കെ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഫോണിൻ്റെ അകത്തുള്ള എന്തെല്ലാം ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഡിസ്പ്ലേ വേണം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. OnePlus നിന്ന് തുടങ്ങി ഇപ്പോൾ ഉള്ള ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും, ഹൈ എൻഡ് ഫോണായാലും ബഡ്ജറ്റ് ഫോണായാലും മിഡ് റേഞ്ച് ഫോണായാലും ഗ്രീൻ ലൈൻ, പിങ്ക് ലൈൻ, യെല്ലോ ലൈൻ, റെയിൻബോ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ലൈനുകൾ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരാളെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് ഉപയോഗിക്കുന്ന ആളുടെ പ്രശ്നമാണെന്നും പറയാൻ പറ്റില്ല, ബ്രാൻഡിൻ്റെ പ്രശ്നമാണെന്നും പറയാൻ പറ്റില്ല. നമുക്ക് എടുത്താരെയും കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഞാൻ ഇതിനകത്തൊരു കാര്യം ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, അതായത് ആപ്പിൾ ആവട്ടെ OnePlus ആവട്ടെ ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും ഇവർക്ക് OLED പാനലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സാംസങ് ആണ്. ആൻഡ് സാംസങ് ചില സോഴ്സുകളിൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് OLED പാനൽസ് എന്നും പറയുന്നുണ്ട്, ചില സോഴ്സുകളിൽ ഫസ്റ്റ് പൊസിഷനിലാണെന്നും പറയുന്നുണ്ട്. അതൊക്കെ വിട്, അത് നമ്മുടെ വിഷയമല്ല. സെക്കൻഡ് ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും ഇതേപോലുള്ള വലിയ വലിയ ബ്രാൻഡുകളാണ് ഓരോ സ്മാർട്ട് ഫോൺ കമ്പനികൾക്കും അവർക്ക് ഫോൺ ഉണ്ടാക്കാൻ വേണ്ട പാനലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഈ OLED പാനൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഇറ്റ്സ് വെരി ഡെലിക്കേറ്റ് പ്രോസസ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് ഈ OLEDൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ടൊക്കെ 5 വർഷം മുന്നേയൊക്കെ ഞാനൊക്കെ ടെക് ചാനൽ തുടങ്ങിയ സമയത്ത് ഹൈ എൻഡ് ഡിവൈസ്, എനിക്ക് തോന്നുന്നു സാംസങ് ഗാലക്സി S8, സാംസങ് ഗാലക്സി S2, S3 ഇങ്ങനെയുള്ള ഫോണുകൾക്ക് മാത്രമേ ഈ AMOLED ഡിസ്പ്ലേ പോലുള്ള കിഡിലൻ ഡിസ്പ്ലേസ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം LCD ഡിസ്പ്ലേ വെച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് OLED പാനലോ അല്ലെങ്കിൽ AMOLED പാനലോ ഒക്കെ കാണാൻ പറ്റും. ഇപ്പം ഒരു എന്താ പറയട്ടെ, ഒരാൾ ഫോൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഫോണിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്ന അവസ്ഥയാണ്. 10,000 രൂപയ്ക്കും AMOLED ഡിസ്പ്ലേ കൊടുക്കുന്ന പല ബ്രാൻഡുകളും ഉണ്ട്. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നു, ഫോൺ മൊത്തത്തിൽ പച്ചയായി പോകുന്നു, ഇങ്ങനെയുള്ള ഡിസ്പ്ലേ ഇഷ്യൂസ് വളരെ റീസെൻ്റായിട്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങി ഏതെങ്കിലും ഒരാളുടെ പബ്ലിക്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 പേരിൽ ഒരാളുടെ കയ്യിലെങ്കിലും ഒരു ലൈനുള്ള ഒരു ഫോൺ കാണും. റിയാലിറ്റിയാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ട്, ഇത് ഞാൻ റിയലായിട്ട് കണ്ട കാര്യമാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഞാനൊരു റിസർച്ച് നടത്തിയത് എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ്, അതായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ബ്രാൻഡുകൾക്കും ഈ സെയിം ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഈ ബ്രാൻഡുകളെല്ലാം വളരെ കൂറയായിട്ടാണോ ഫോൺ ഉണ്ടാക്കുന്നത്? അതൊരു ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു OLED പാനലുകൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സിന് കിട്ടുന്ന റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് പറയാം. റോ മെറ്റീരിയൽസ് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ അതിനകത്ത് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പോളിമേഴ്സോ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റോ ഫോമിൽ അവർക്ക് ക്വാളിറ്റി ഉള്ള സാധനമല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സാംസങ് ഉണ്ടാക്കിയ ബ്രാൻഡുകൾക്ക് കൊടുക്കുന്ന ഡിസ്പ്ലേകളും ക്വാളിറ്റി ഉണ്ടാവില്ല. ആ ഡിസ്പ്ലേ ഒരു ബ്രാൻഡ് കൊണ്ടുവന്ന് അവരുടെ ഫോണിൻ്റെ അകത്ത് വെച്ച് ആ ഫോണിൻ്റെ അകത്ത് അത് സോൾഡർ ചെയ്ത് വയ്ക്കുമ്പോൾ ആ സോൾഡർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ആ ഒരു കണക്ടേഴ്സിൻ്റെ ക്വാളിറ്റി, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത്രയും കുറ്റങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് മറ്റേ ആ ഗ്രീൻ ഹൗസിൽ എല്ലാത്തിനും കുറ്റം പറയുന്നൊരു ചെറുക്കമുണ്ടല്ലോ, അവനെ പോലെ ഫീൽ ആവണം. അവനുമായിട്ടൊന്നും കമ്പയർ ചെയ്യില്ലേ എന്നെ കേട്ടോ. ഓക്കെ ഗൈസ്, സീരിയസ് ആയിട്ടൊരു കാര്യം, നിങ്ങൾക്കറിയാമോ OLED പാനലുകൾ പെർഫോമൻസ് ഡീഗ്രേഡേഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ OLED പാനലുകൾക്ക് പെർഫോമൻസ് ഇഷ്യൂസും ഉണ്ടാവും. അതായത് ബ്രൈറ്റ്നസ് കുറയുക, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോളിമേഴ്സിൻ്റെ അകത്തുള്ള ഓക്സിജൻ അതിനകത്ത് നിന്ന് കാഥോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. അത് 1 വർഷം 1.5 വർഷം കൊണ്ടൊന്നും ഇത് സംഭവിക്കില്ല. 1 വർഷത്തിന് മേളിലോ 1.5 വർഷത്തിന് മേളിലൊക്കെയാണ് ഇത് കൂടുതൽ സംഭവിക്കുക. ആൻഡ് ഇത് മോസ്റ്റ്ലി TVകളിലാണ് ആദ്യം തൊട്ട് കണ്ടുവന്നിട്ടുള്ളത്, ഈ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരുന്ന ഇഷ്യൂസ്. ആൻഡ് ഈ OLED പാനലുകൾ വർക്കാവുന്ന മെത്തേഡ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. എൻ്റെ തലച്ചോറിനകത്ത് ഉള്ള സാധനത്തെ എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങുമാണ്. ഈ പറഞ്ഞതൊന്നും നമുക്ക് നേരിട്ട് പോയി കാണാനോ എടുക്കാനോ പറ്റിയ കാര്യങ്ങളല്ല. കാരണം സാംസങ് ഇത് എവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയില്ല. മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമുക്ക് പോയി നോക്കാൻ പറ്റില്ല. ഇൻ കേസ് എൻ്റെ കയ്യിൽ ഒരു പോളിമർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി അറിയുന്ന ആൾ തന്നെ വേണം. ഇത്രയും പറഞ്ഞ കാര്യം നമ്മുടെ കൈ എത്താത്ത സ്ഥലത്താണ്. ഇനി നമുക്ക് റിയാലിറ്റിയിലോട്ട് വരാം. നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഇഷ്യൂസ് നോക്കാം. യൂഷ്വലി ഒരു ഫോണിൻ്റെ അകത്ത് ഗ്രീൻ ലൈൻ അല്ലെങ്കിൽ പിങ്ക് ലൈൻ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ റെയിൻബോ ലൈൻ ഇതേപോലുള്ള ലൈനുകളൊക്കെ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആയിട്ടുള്ള കണക്ടേഴ്സ് വോൺ ഔട്ടായി പോകുന്നതാണ്. ഈ കണക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഹീറ്റ് സെൻസിറ്റീവാണ്. ബിക്കോസ് ഒരു ഫോണിൻ്റെ അകത്തുള്ള എല്ലാ മെറ്റീരിയലും ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഒരു ഫോണിൻ്റെ അകത്തുള്ള കൂളിംഗ് ചേമ്പേഴ്സിന് എക്സീഡ് ചെയ്യുന്ന തരത്തിൽ ചൂട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അത് എന്ത് മെറ്റീരിയലും എന്ത് മെഷീൻ എടുത്തു കഴിഞ്ഞാലും ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവും. അതേപോലെ തന്നെ എപ്പോഴും ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണ്. ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ
ഒന്നാമത്തത് ഈ അപ്ഡേറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആൻഡ് പവർ എപ്പോഴും വേണം എന്നുള്ളതുകൊണ്ട് യൂഷ്വലി നമ്മൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാർജറിൽ കണക്ട് ചെയ്തിട്ടിരിക്കും. ആൻഡ് പൊതുവേ ഞാനൊക്കെ പണ്ട് ഫോണുകളൊക്കെ റൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇപ്പോഴുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ചാർജറിൽ കണക്ട് ചെയ്ത് മാത്രമേ റൂട്ട് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഫ്ലാഷ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഫോൺ ബ്രിക്കായി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രാക്ടിക്കലി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ചാർജറിൽ ഇടാറുണ്ട്. ചാർജ് ചെയ്യുന്ന സമയത്തുള്ള ഹീറ്റ്, ആ മൊബൈലിൻ്റെ ഹീറ്റ് എല്ലാം കൂടി ചേർന്ന് ഈ കണക്ടേഴ്സ് സീൽ ചെയ്തിട്ടുള്ളത് വോൺ ഔട്ട് ആവും. അത് ആദ്യം ഒരു ലൈനൊക്കെ ആയിരിക്കും കാണുന്നത്, പിന്നെ നമ്മൾ ഫോണിനെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഇളകി പോകും. അങ്ങനെ ലൈനുകൾ കൂടി വന്ന് ഫുൾ ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് ആവും. ഈ മേൽപ്പറഞ്ഞ ഇഷ്യൂ കൂടുതലും ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ ചൂട് കൂടിയ സ്ഥലങ്ങളിലുള്ള ഫോണുകളിലാണ് സംഭവിക്കാറ്. ഈ ചൂട് കൂടിയ സ്ഥലങ്ങളിലുള്ള ഫോണുകൾ എന്ന് പറയുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറവാണ്. കാരണം പകുതി കൂടുതൽ ആളുകൾക്കും വീടിൻ്റെ അകത്ത് AC റെഗുലറായിട്ട് കാണും. അതുമാത്രമല്ല എല്ലാവരും കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് അവരുടെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം AC-ക്കകത്താവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അവിടെയുള്ള ഫോണുകൾക്കും ഈ ഇഷ്യൂസ് കാണപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അവിടെ ഇഷ്യൂസ് വരുന്നുണ്ട്. യൂഷ്വലി ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ ക്ലൈമറ്റിൽ. കാരണം നമ്മുടെ ആവറേജ് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 23 ഡിഗ്രി മുതൽ ഒരു 27 ഡിഗ്രി 30 ഡിഗ്രി വരെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ടെമ്പറേച്ചർ പറയാം. മേ ബി എബോവ് 30 പോകാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിൻ്റെ അകത്ത് ഫോൺ ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിൽ വെക്കുന്ന സമയത്തോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വെയിലത്ത് നിന്ന് ഉപയോഗിക്കുന്ന സമയത്തോ എല്ലാം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ തന്നെ കൂടുതലാണ്. അതിൻ്റെ കൂടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതിനകത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറാണ്, ഓരോ ബോർഡുകൾ വർക്ക് ആവുന്നുണ്ട്, ആ ഒരു ബാറ്ററിക്കകത്തിരിക്കുന്ന ചാർജ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഹീറ്റ് എന്തായാലും ജനറേറ്റ് ആവും. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന സമയത്ത് ആ ഫോണിന് താങ്ങാൻ പറ്റുന്നതിന് മേളിലായിട്ട് വരും. എന്നാൽ ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഫോണുകൾക്കാണ് ഈ കൂടുതലും ഗ്രീൻ ലൈൻ ഇഷ്യൂ കണ്ടുവരുന്നത്. റഫായിട്ട് ഉപയോഗിക്കുന്ന ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറയിൽ വീണിട്ടുള്ള ഫോണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അലക്ഷ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്. എൻ്റെ കയ്യിൽ OnePlus 12 എന്ന് റിലീസായോ അന്ന് മുതൽ ഞാൻ OnePlus 12 ഉപയോഗിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഒരു OnePlus ഡിവൈസുകൾക്കും എനിക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ആൻഡ് എൻ്റെ അനിയൻ്റെ കയ്യിൽ OnePlus 70 ആണ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. അതായത് ദാറ്റ് മീൻസ് കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ മാർച്ച് വരെ. 70 ഇറങ്ങിയ സമയത്താണ് അവൻ്റെ കയ്യിൽ 70 കിട്ടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര നാളുണ്ടെന്നുള്ളത്. അതിനകത്ത് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. എനിക്കറിയുന്ന പല ആളുകളുടെ കയ്യിലും ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് കാണപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത് റഫ് യൂസ്ഡ് ആയിട്ടുള്ള ഫോണുകൾക്കും ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ ഫിസിക്കലി തറയിൽ വീഴുന്ന സമയത്ത് ഇൻറ്റർണൽ ഡാമേജുകൾ കുറേ കാര്യങ്ങൾ ഉണ്ടാവാം, അങ്ങനെയുള്ള ഫോണുകൾക്കാണ്. എന്നാൽ ചുരുക്കം ചില ഫോണുകൾക്ക് നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് പഞ്ഞിമെത്തയിലിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഗ്രീൻ ലൈൻ ഇഷ്യൂ വരും. ദാറ്റ് ബിക്കോസ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇതിൻ്റെ മെറ്റീരിയലിൽ തന്നെ നമ്മുടെ പ്രശ്നം തുടങ്ങുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാക്രിഫൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് DC ഡിമ്മിങ് എനേബിൾ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് ലിങ്കുകൾ കൊടുത്തിരിക്കാം. DC ഡിമ്മിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് DC ഡിമ്മിങ് ചെയ്യാൻ പറ്റും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നം വരാതെ, അതായത് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് കൂടുതൽ വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോ കാണുന്ന ആളാണ്, ഗെയിം കളിക്കുന്ന ആളാണ്, എഡിറ്റ് ചെയ്യുന്ന ആളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ DC ഡിമ്മിങ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. എന്നാലും പറയേണ്ടത് നമ്മൾ പറയണമല്ലോ. നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള ഈ ഇഷ്യൂസ് മൊത്തം കാണുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഫോണുകൾക്കായിരിക്കും. പുതിയ ഫോണുകൾക്ക് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്, അത് വേറെ യൂണിവേഴ്സിലാണ്. ബട്ട് മേജറായിട്ടും ഒരു വർഷത്തിന് ശേഷമുള്ള ഫോണുകൾക്കാണ്. ഒരു വർഷത്തിൻ്റെ അകത്ത് നമുക്ക് ഫോണിൻ്റെ അകത്ത് വാറണ്ടി കിട്ടുമെന്നുണ്ടെങ്കിലും സ്ക്രീനിൻ്റെ അകത്ത് വരുന്ന ഇഷ്യൂസ് പൊതുവെ ബ്രാൻഡുകൾ നമ്മളെ ഇറക്കി വിടാറാണ് പതിവ്, റീപ്ലേസ് ചെയ്ത് തരാറില്ല. എന്നാൽ OnePlus ഇടയ്ക്ക് വെച്ചൊരു കൂപ്പൺ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവർക്കറിയാം അതിനകത്ത് അവർ മാനുഫാക്ചർ ചെയ്ത സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണ് അവർ കൂപ്പൺസ് കൊടുത്ത് കവർ ചെയ്തത്. ആപ്പിൾ പോലെയുള്ള ഫോണുകളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ കെയർ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസോൾവ് ആയി കിട്ടും. അല്ലാത്ത പക്ഷം ഒരു വർഷത്തിനകത്ത് സ്ക്രീനിൻ്റെ അകത്ത് എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും വലുതായിട്ട് അവർ റീപ്ലേസ് ചെയ്ത് തരാറില്ല. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കൺട്രി ടു. നിങ്ങളിപ്പോൾ യൂറോപ്പിൽ നിന്നാണ് ഫോൺ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ യൂറോപ്പിലെ ലോ ആണ് 2 വർഷം വാറണ്ടി കൊടുക്കണമെന്നുള്ളത്. കാരണം യൂറോപ്പ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ മാനുഫാക്ചേഴ്സിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ യൂറോപ്പിൽ ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കും. ആൻഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് തോന്നിവാസമാണ്, അത്
പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫോൺ വാങ്ങണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾ ഏത് ഫോൺ വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ മേടിച്ചോ. പക്ഷേ ഫോൺ വാങ്ങുന്ന സമയത്ത് കീപ്പ് ഇൻ മൈൻഡ് യൂസ് ഇറ്റ് പ്രോപ്പർലി. കാരണം ഇതിൻ്റെയൊക്കെ മേക്കിംഗ് പ്രോസസ്സിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഫോണുകൾക്ക് ഈ ഗ്രീൻ ലൈൻ, പച്ച ലൈൻ, മഞ്ഞ ലൈനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതി കുറച്ചൊന്ന് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഇഷ്യൂസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തറയിൽ വീഴാതെ, മാക്സിമം നിങ്ങളുടെ ഫോൺ തറയിൽ വീഴാതെ നോക്കുക. നിങ്ങൾ തറയിൽ വീഴുന്ന സമയത്ത് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും കാണില്ല. നിങ്ങൾ അടുത്ത തവണ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഗ്രീൻ ലൈൻ, ബ്ലൂ ലൈനൊക്കെ വരും. അപ്പോൾ എത്ര പെർഫോമൻസ് ഉള്ള ഫോൺ മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കുറച്ച് ഡെലിക്കേറ്റ് ആയിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാവിയിൽ ഇഷ്യൂ വന്നേക്കാം. ഇത് മേജർ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു സൊല്യൂഷൻ അല്ല ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷനും ഇല്ല. ആകെ എനിക്ക് തോന്നിയിട്ടുള്ള എഫക്റ്റീവ് ആണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ് ആണ് റിസർച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മാക്സിമം സേഫായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് ഫോൺ വേണോ മേടിക്കാം. ഐഫോൺ മേടിക്കാം, ആൻഡ്രോയിഡ് മേടിക്കാം, S24 മേടിക്കാം, S25 മേടിക്കാം. ഏത് മേടിച്ചു കഴിഞ്ഞാലും നിങ്ങളുടേതായിട്ടുള്ള റിസ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം. ആദ്യമായിട്ടാണ് എനിക്ക് വീഡിയോ ഇങ്ങനെ എൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഒരുപാട് വിഷമമുണ്ട്. എന്തെങ്കിലും ഈ വീഡിയോ കുറിച്ചിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്ത് വേണോ പറയാം. ഇതിനെ ഡിബേറ്റ് ചെയ്ത് ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേര് കാണും. ആ എതിർക്കുന്നവർക്ക് എനിക്ക് എതിർത്ത് തന്നെ സംസാരിക്കാൻ പറ്റും. അല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഞാൻ വേറൊരു ഫാക്റ്റ് പറയാം. നിങ്ങളൊരു സാധനം ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ട് മേടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ഓൺ റിസ്ക്. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, എല്ലാവരും വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ജനറലി ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അതെങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ സാധനങ്ങൾ മേടിക്കുന്നത്. അത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷനാണ് അത് മേടിക്കണോ വേണ്ടേ എന്നുള്ളത്. നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. പൊതുവേ ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരു ട്രസ്റ്റ് കൊടുക്കാറുണ്ട്. OnePlusൻ്റെയൊക്കെ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് മേടിച്ചോ, യു ക്യാൻ ട്രസ്റ്റ് മീ എന്ന് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് അവർ പോയി മേടിച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ജനറലി എടുത്തു കഴിഞ്ഞാൽ പലരും അങ്ങനെ ട്രസ്റ്റ് മീ എന്നൊന്നും പറയാറില്ല. അപ്പോൾ അവരുടെ കുറ്റമല്ല നിങ്ങൾ പോയി മേടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ. ബട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസേൺ എനിക്ക് ഇവിടെ പറയാൻ പറ്റും. ബിക്കോസ് പല ബ്രാൻഡുകളും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അതിനകത്ത് മലയാളീസ് വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. ആൻഡ് അവരൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ. കാരണം അവർ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി ഈസ്. താങ്ക്സ് സോ മച്ച്. അടുത്ത വീഡിയോ കാണാം. ബൈ.